19ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സമാധാനം അഥവാ പീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഭാഗങ്ങളിലോട്ടൊക്കെ എത്തുമ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സ് വളരെ ചെറുതാണ്. +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ തന്നെ ചെറുതാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്നും നമ്മൾ ആദ്യമായിട്ടും ഫസ്റ്റ് പഠിക്കേണ്ടത് ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 5 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പം ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ വിവരിക്കുക എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഘടനാപരമായ ഹിംസ എന്നാൽ എന്താണെന്ന് നോക്കാം. സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെട്ടത് കൊണ്ട് മാത്രം വ്യക്തികൾ ആക്രമണത്തിന് ഇരയാവാറുണ്ട്. സമൂഹത്തിലെ ശക്തൻ ദുർബലർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ ഘടനാപരമായ ഹിംസ എന്ന് വിളിക്കുന്നു. ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് ജാതി വ്യവസ്ഥയാണ്. പല സമൂഹങ്ങളിലും ശക്തമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്ന വേർതിരിവും ഉണ്ട്. ഉദാഹരണം തൊട്ടുകൂടായ്മ. രണ്ടാമത്തെ പോയിന്റ് വർഗവിഭജനമാണ്. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിക്രമങ്ങളും സമൂഹത്തിൽ നടക്കാറുണ്ട്. സമ്പന്നർ പാവപ്പെട്ടവരെ പല വിധത്തിൽ ചൂഷണം ചെയ്യാറുണ്ട്. ജന്മികുടിയൻ വ്യവസ്ഥ, അടിമത്തം എന്നിവയാണ് ഉദാഹരണം. മൂന്നാമത്തെ പോയിന്റ് പുരുഷ ആധിപത്യം. പഴയകാലം മുതൽക്കേ പുരുഷാധിപത്യം സമൂഹത്തിലുണ്ട്. ഇതിൻ്റെ ഫലമായി സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ഭ്രൂണഹത്യ, ശൈശവവിവാഹം, ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. നാലാമത്തെ പോയിന്റ് കോളനി വാഴ്ച. ഒരു രാജ്യം മറ്റു രാജ്യത്തെ കീഴടക്കി ഭരിക്കുന്നതാണ് കോളനി വാഴ്ച. കോളനി ആക്കപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചൂഷണങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിലനിന്ന യൂറോപ്യൻ കോളനി വാഴ്ച ഉദാഹരണമാണ്. അഞ്ചാമത്തെയും ലാസ്റ്റത്തെയും പോയിന്റ് വർഗീയതയും വംശീയതയും. ഒരു പ്രത്യേക വംശത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ഉദാഹരണം അടിമത്തം, വർണ്ണ വിവേചനം. ഇതൊക്കെയാണ് ഘടനാപരമായ ഹിംസയുടെ 5 രൂപങ്ങൾ. ജാതി വ്യവസ്ഥ, വർഗവിഭജനം, പുരുഷാധിപത്യം, കോളനി വാഴ്ച, വംശീയതയും വർഗീയതയും എന്നിവയാണ് ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. സമാധാനത്തിൻ്റെ സമകാലിക വെല്ലുവിളികൾ എന്തൊക്കെ? പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് സൈനിക സഖ്യങ്ങൾ. പല രാജ്യങ്ങൾ ചേർന്ന് സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നത് രാഷ്ട്ര സമാധാനം തകർക്കും. ഉദാഹരണം അമേരിക്ക നിർമ്മിച്ച നാറ്റോ, സിയാറ്റോ, സെൻറ്റോ തുടങ്ങിയ സൈനിക സഖ്യങ്ങൾ. രണ്ടാമത്തെ പോയിന്റ് ഭീകര സംഘടനകൾ. ഭീകര സംഘടനകളുടെ വളർച്ച ലോക സമാധാനത്തിനുള്ള മറ്റൊരു ഭീഷണിയാണ്. ആയുധങ്ങളുമായി നടത്തുന്ന ആക്രമണങ്ങളിൽ അനേകർ കൊല്ലപ്പെടാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ് വംശഹത്യ. ഒരു പ്രത്യേക വംശത്തിൽ പെട്ടവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിനെയാണ് വംശഹത്യ എന്ന് പറയുന്നത്. 1944 നടന്ന റുവാണ്ട വംശഹത്യ ഇതിന് ഉദാഹരണമാണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, സമാധാനം കൈവരിക്കാനുള്ള സമീപനങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും ബഹുമാനിക്കുക. രണ്ടാമത്തെ പോയിന്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുക. മൂന്നാമത്തെ പോയിന്റ് അന്താരാഷ്ട്ര സംഘടനകളെ ശക്തമാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അഥവാ പീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ടും പഠിക്കേണ്ടത് ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.